അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 58. സംസാരിക്കു സുരഭി, എന്റെ കുഞ്ഞിനെ നീ കൊല്ലാൻ ശ്രമിച്ചത് തെറ്റല്ലേന്ന്? അഗ്നിയുടെ ശബ്ദം വല്ലാതെ വല്ലാതെ ഉയർന്നുപോയി. തെറ്റാ? എനിക്കവളെ വെറുപ്പാ. അതുകോ? അത്രയും പറഞ്ഞപ്പോഴേക്കും അഗ്നിയുടെ കയ്യിലിരുന്ന ബെൽറ്റ് അവളുടെ ശരീരത്തിലേക്ക് ആഞ്ഞു പതിച്ചിരുന്നു. സുരഭിയുടെ അലർച്ച അവിടെ ആകെ ഉയർന്നു കേട്ടു. എന്റെ കുഞ്ഞനെ നീ പുന്നാര മോളെ! അഗ്നി അവളോട് അലർന്നതിനോടൊപ്പം അവന്റെ കയ്യിലിരുന്ന ബെൽറ്റ് പലതവണ അവളുടെ ശരീരത്തിൽ ഉയർന്നു താണു. അഗ്നിയേട്ട, ഒന്നും! അവളെ പറഞ്ഞു മുഴുവനാക്കാൻ സമ്മതിക്കും മുന്നേ അടുത്ത അടി അവളുടെ മുഖത്തായിരുന്നു. അലറി കരഞ്ഞുകൊണ്ട് നിലത്തിരുന്ന് മുഖം പൊത്തിപ്പോയി സുരഭി. സിറ്റൗട്ടിലായിരുന്നവർ ഈ ശബ്ദമൊന്നും കേട്ടിരുന്നില്ല. പക്ഷെ അടുത്ത അടി അവളുടെ പുറത്ത് ശക്തമായി പതിച്ചതും തന്റെ ശരീരം ഒന്നാകെ പറഞ്ഞു പോകുന്ന വേദനയിൽ സുരഭി അലറി കരഞ്ഞുകൊണ്ട് അവനെ തള്ളിമാറ്റി വേച്ച് വേച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടി. അഗ്നിയുടെ കണ്ണുകളിൽ തീയാളി. ആ തീ സുരഭിയെ ചുട്ടരിക്കാൻ പാകത്തിനുണ്ടായിരുന്നു. അവൻ മുഖത്തേക്ക് വീണുകിടന്ന തലമുടി മുകളിലേക്ക് ഉയർത്തി സുരഭി പോയ വഴിയെ നടന്നു. അമ്മ! കരഞ്ഞുകൊണ്ട് തന്റെ മുന്നിലേക്ക് പാഞ്ഞു വന്നവളെ കണ്ട് അരുന്ധതി തറഞ്ഞു നിന്നു. ശരീരം മൊത്തം എന്തുകൊണ്ടോ അടിച്ച പാട്. മുഖത്തൊരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്കും ചുവന്നു കിടക്കുന്നു. കിച്ചു തൂണിൽ പിടിച്ച് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നിന്ന് സുരഭിയെ ഞെട്ടലോടെ നോക്കി. പൊന്നു സുരഭിയെ കണ്ട് ആദ്യമൊന്ന് പകച്ചെങ്കിലും അവളുടെ ശരീരത്തിലെ പാടുകൾ കണ്ട് അവളുടെ ചുണ്ടിലൊരു വിജയച്ചിരി മിന്നി. അവൾക്കുള്ളിൽ നിറഞ്ഞ തീയിനെ അണയ്ക്കാൻ കഴിയുമാ വിധത്തിൽ ഒരു തണുപ്പ് തന്നിൽ പടർന്നത് പൊന്നു അറിഞ്ഞു. അവൾ തിണ്ണയിലേക്ക് ഇരുന്ന് സുരഭിയെ തന്നെ ഉറ്റുനോക്കി. അയ്യോ എന്റെ മോളെ, നിനക്ക് എന്തു പറ്റിയിടി? ആരാ നിന്നെ അടിച്ചേ? അരുന്ധതി ആദിയോടെ അവളുടെ ശരീരത്തിലെ പാടുകളിൽ തലോടി. രാജൻ അവൾക്ക് മുന്നിലായി വന്നു നിന്നു. ചോദിച്ചത് കേട്ടില്ലേ സുരഭി? എന്തതിന്റെ കർത്തം? ആരാ നിന്നെ അടിച്ചേ? രാജൻ അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. അഗ്നി, രക്ഷിക്കച്ചാ! അവൾ തേങ്ങി കരഞ്ഞുകൊണ്ട് അയാളോട് പറഞ്ഞു. എന്താ? രാജൻ ഞെട്ടലോടെ അവളെ നോക്കി. അടുത്ത നിമിഷം എല്ലാവരുടെയും കണ്ണുകൾ വാതിലിനടുത്തേക്ക് എത്തി. സുരഭിയെ തന്നെ നോക്കിക്കൊണ്ട് കയ്യിലുള്ള ബെൽറ്റ് ചുഴറ്റുന്ന അഗ്നിയെ കണ്ട് പൊന്നുപോലും വിരണ്ടുപോയി. അത്രത്തോളം പേടിപ്പെടുത്തുന്ന രൂപം. കിച്ചുവിന് പെട്ടെന്ന് അവനെ ഉപദ്രവിച്ച അഗ്നിയുടെ അപ്പോഴത്തെ മുഖഭാവമാണ് ഓർമ്മ വന്നത്. അവൻ പേടിയോടെ അഗ്നിയെ നോക്കി. സൗബി പേടിയോടെ അരുന്ധതിയുടെ മറവിലായി ഒളിച്ചു നിന്നു. അഗ്നി അപ്പോഴേക്കും പാഞ്ഞു വന്ന് സുരഭിയെ രാജന്റെ അടുത്ത് നിന്ന് പിടിച്ചു വലിച്ച് നിലത്തേക്ക് തള്ളിയിട്ടിരുന്നു. സുരഭി പേടിയോടെ അവനെ നോക്കി. എല്ലാവരും നോക്കി നിൽക്കവേ അഗ്നിയുടെ ബെൽറ്റ് അവളുടെ കാലിൽ പാടുകൾ വീഴ്ത്തി. അവൾ അലറി കരഞ്ഞുപോയി. അയ്യോ എന്റെ മോളെ! അരുന്ധതി കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു. മാറി നിക്കടി അങ്ങോട്ട്! അതൊരലർച്ചയായിരുന്നു. അരുന്ധതി പിടിച്ചു കെട്ടിയതുപോലെ അവിടെ നിന്നുപോയി. ഒറ്റൊരെണ്ണം ഇവൾ എന്റെ മുന്നിൽ നിന്ന് രക്ഷിക്കാൻ നോക്കിയാ കൊന്നു കുഴിച്ചു മൂടും ഞാൻ എല്ലാത്തിനെയും! അവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അരുന്ധതി വാവൊത്തി പിടിച്ചുകൊണ്ട് അഗ്നിയെ വിറയലോടെ നോക്കി. അഗ്നി, നീ ഇത് എന്ത് തെമ്മാടിത്തരാ കാണിക്കുന്നേ? ഇനി എന്റെ മോളെ തൊട്ടാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യും! രാജൻ വീറോടെ പറഞ്ഞു. അഗ്നി അയാളെ കണ്ണു ചുരുക്കി നോക്കി. അത് തന്നെ അളിയാ, ഇത് ഇവന്റെ വീടാന്ന് കരുതി എന്തും ചെയ്യാന്നായോ? നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം! കേശവനും പറഞ്ഞു. പക്ഷെ അഗ്നിയുടെ മുഖത്ത് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കണ്ട് അംബിക അവനെ സൂക്ഷിച്ചു നോക്കി. നിങ്ങളുടെ മോൻ എന്നിട്ടെന്താ കംപ്ലൈന്റ് കൊടുക്കാത്തെ? അവനെ പട്ടിയെ പോലെ ഞാൻ ചവിട്ടിക്കൂട്ടിയത് നിങ്ങളുടെയൊക്കെ മുന്നിലിട്ടെന്നല്ലേ? അഗ്നി പുച്ഛത്തോടെ കേശവനോട് ചോദിച്ചു. കിച്ചുവിന്റെ തല താണു. അതവൻ കേസൊന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് മാത്ര. പക്ഷേ സ്ത്രീകളുടെ മേലേക്ക് നിന്റെ അതിക്രമങ്ങൾ എടുത്താ കളി മാറും അഗ്നി! രാജൻ കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു. സുരഭി തളർച്ചയോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. സഹിക്കാൻ കഴിയാത്ത വേദന. മൃഗം! അവളുടെ ചുണ്ടുകൾ പേടിയോടെ മുഴിഞ്ഞു. ആണോ? എന്നാ കൊണ്ടുപോയി കേസ് കൊടുക്കുമ്പോ ഇവളാദ്യം എന്റെ പെണ്ണിനെ എന്തിനാ വെള്ളത്തിൽ തള്ളിയിട്ടെന്നുള്ളതിന്റെ ഉത്തരം എനിക്ക് കിട്ടിയിരിക്കണം. അത് പറയിപ്പിക്കും ഞാൻ ഇവളെ കൊണ്ട്! അത്രയും വീറോടെ പറഞ്ഞുകൊണ്ട് അഗ്നി സുരഭിക്ക് അടുത്തേക്ക് നടന്നു. ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായിരുന്നു. രാജനും അരുന്ധതിയും എന്തു ചെയ്യുമെന്നറിയാതെ പേടിയോടെ നിന്നു. അഗ്നി, എന്റെ മോളൊന്നും ചെയ്യല്ലേ മോനെ! ഞാൻ നിന്റെ കാല്! അരുന്ധതി പറഞ്ഞു മുഴുവനാക്കും മുന്നേ അഗ്നി അവർക്ക് നേരെ തിരിഞ്ഞു നിന്ന് അവന്റെ ചുണ്ടിലേക്ക് വിരല് ചേർത്തു. മിണ്ടരുത് ഇവിടെ! ഏതായാലും കംപ്ലൈന്റ് കൊടുക്കാൻ പോവല്ലേ? അപ്പതാ ബാക്കി കൂടി കണ്ടിട്ട് കൊടുത്താൽ മതി! അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി സുരഭിയുടെ മുടിക്കുത്തിന് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. അഗ്നി, എന്നെ ഒന്നും ചെയ്യല്ലേ! അവൾ കരഞ്ഞുകൊണ്ട് അവനോട് കെഞ്ചി. പക്ഷെ അവന്റെ കണ്ണുകളിൽ ഇത്തിരി പോലും ദയ ബാക്കിയില്ല. നിന്നൊന്നും ചെയ്യണ്ടെങ്കിൽ പറയടി മോളെ! നീ എന്തിനാടി എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയേ? ഒരു നിമിഷം ഞാൻ വൈകിയിരുന്നെങ്കിൽ! പറഞ്ഞു തീരും മുന്നേ അഗ്നി അവളെ പുറകിലേക്ക് തള്ളി വീണ്ടും വീണ്ടും പ്രഹരിച്ചു.
നിന്നിടത്ത് നിന്ന് ചാടിത്തുള്ളി കരഞ്ഞിട്ടും ആർക്കും ഒന്നും അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. പൊന്നു പേടിയോടെ കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്റെ മോള്. അരുന്ധതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അടുത്ത നിമിഷം അവർ അകത്തേക്ക് ഓടിക്കയറി. ജ്വാല, അവൾക്ക് മാത്രമേ ഇനി എന്റെ മോളെ രക്ഷിക്കാൻ കഴിയൂ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അകത്തേക്ക് ഓടിക്കയറുമ്പോൾ അവർ മനസ്സിൽ പറഞ്ഞു. അവരുടെ കാലുകൾ ജ്വാലയുടെ റൂമിന്റെ മുന്നിലെത്തിയതും നിശ്ചലമായി. പുറത്തേക്ക് കുറ്റിയിട്ടിരിക്കുന്ന വാതിലിലേക്ക് അരുന്ധതി നിർവികാരമായി നോക്കി. മോളെ ജ്വാലെ. അവർ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ വിളിച്ചു. ഉറക്കത്തിലായിരുന്ന ജ്വാല ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. തന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അരുന്ധതിയെ കണ്ട് അവളൊന്ന് പകച്ചു. കണ്ണുകൾ തന്നെ പുണർന്നു കിടന്നിരുന്നവനെ അന്വേഷിച്ചു. ഇല്ല, അഗ്നി കിടന്നിട ശൂന്യ. ജ്വാലയുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി. എന്താ വല്യമ്മ? ഏറെ നെഞ്ചിടിപ്പോടെ അവൾ അവരോട് ചോദിച്ചു. എന്റെ ചേച്ചി ഒന്നും ചെയ്യല്ല അഗ്നിയേട്ടാ. ബെൽറ്റ് പൊട്ടിയിട്ടും കലിയടങ്ങാതെ സുരഭിയുടെ മുടിക്കുത്തിൽ പിടിച്ചിരിക്കുന്ന അഗ്നിയോട് സൗബി കരഞ്ഞോണ്ട് പറഞ്ഞു. നീങ്ങി നിക്കടി അങ്ങോട്ട്, അല്ലെങ്കിൽ നിനക്കും കിട്ടും എന്റെ അടുത്തൂന്ന്. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. സൗബി പേടിയോടെ പിന്നിലേക്ക് നിന്നു. അഗ്നി, ഇനി അവളൊന്നും ചെയ്യല്ലേ, എന്റെ കുഞ്ഞു മരിച്ചു. ഒരച്ഛന്റെ ദയനീയമായ സ്വരം. അഗ്നി അയാളെ പുച്ഛത്തോടെ നോക്കി. ചാവട്ടെ, എന്തിനാ ഇതുപോലൊരു വിഷത്തിന്? ചത്ത് തൊലയട്ടെ ഇവള്. അഗ്നി അവളുടെ കവിളിൽ വീശിയടിച്ചു. സുരഭി തൂണിലേക്ക് ചാരി നിന്നുപോയി. ചുണ്ടിൽ നിന്നും ചോര പൊട്ടിയൊഴുകി. ഒരു ഇരുമ്പ് വന്ന് പതിച്ചതുപോലെ ശരീരമാകെ മരവിച്ചിരിക്കുന്നു. അവള് നിലത്തേക്ക് കുഴഞ്ഞു വീണു. കിച്ചു ഉമിന്നിറി വിഴുങ്ങിക്കൊണ്ട് ആ കാഴ്ച കണ്ടു. അവനൊന്നും മിണ്ടാൻ പോലും പേടി തോന്നി. ശരീരത്തിന്റെ വേദന അത്രത്തോളമാണ്. അംബിക അവൾക്കടുത്തേക്ക് പോവാൻ തുനിഞ്ഞെങ്കിലും കിച്ചു അവരുടെ കയ്യിൽ പിടിച്ചു തടഞ്ഞു. കേശവൻ ആകെ വിറച്ചു പോയിരുന്നു. പുന്നാര മോളെ സുരഭി, ചാവണ്ടെന്നുണ്ടെങ്കിൽ പറയടി. നീ എന്തിനാ എന്റെ കുഞ്ഞിനെ വെള്ളത്തിൽ തള്ളിയിട്ടെ? അതിനു മാത്രം എന്ത് പകയാ നിനക്ക് അവളോടുള്ള? പറ. നിന്നെ തൊടാൻ പോലും എനിക്ക് അറപ്പാ. പക്ഷെ ഇനിയും തുറന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൊന്നു തള്ളു നിന്നെ ഞാൻ. അഗ്നിയുടെ കാലുകൾ അവളുടെ മുഖത്തേക്ക് ചവിട്ടാനായി ആഞ്ഞു. അഗ്നി! പെട്ടെന്ന് പുറകിൽ നിന്നും പകപ്പോടെയുള്ള ശബ്ദം. അഗ്നി ഞെട്ടലോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. കണ്ണ് നിറച്ചുകൊണ്ട് പേടിയോടെ വിറച്ചു നിൽക്കുന്ന ജ്വാല. ആ ഒരു നിമിഷം കൊണ്ട് അവന്റെ മുഖത്തെ ദേഷ്യം അലിഞ്ഞില്ലാതാവുന്നത് ചുറ്റും നിന്നവർ വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിന്നുപോയി. അഗ്നി! ജ്വാലയുടെ സ്വരമിടറി. കുഞ്ഞാ, അവൻ വിളിച്ചു. ജ്വാല കാറ്റുപോലെ പാഞ്ഞു വന്ന് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അഗ്നിയുടെ കൈകളും അവളെ ചേർത്തു മുറുക്കി. വേണ്ട അഗ്നി, എനിക്ക് പേടിയാവണു. എനിക്ക് വാക്ക് തന്നതല്ലേ ഒന്നും ചെയ്യില്ലാന്ന്. തേങ്ങിക്കരയുന്ന പെണ്ണിന്റെ സ്വരത്തിനോടൊപ്പം പേടികൊണ്ട് ആ ശരീരം വിറയ്ക്കുന്നത് അഗ്നി അറിഞ്ഞു. അവൻ അവളെ ആഞ്ഞു പുണർന്നു. കുഞ്ഞാ, ഏയ് ഒന്നുമില്ലടാ, കരയില്ലേ, ഒന്നുമില്ല. അവൻ പറയാൻ ശ്രമിച്ചു. വേണ്ട അഗ്നി, എനിക്ക് പേടിയാ. അവൾ പൊട്ടിക്കരഞ്ഞു. അഗ്നിയുടെ കണ്ണുകളും നിറഞ്ഞുപോയി. കിച്ചു ജ്വാലയെ തുറച്ചു നോക്കി. തന്നെ ശരീരത്തിലൊന്ന് തൊടാൻ പോലും സമ്മതിക്കാത്ത ജ്വാല അഗ്നി അങ്ങോട്ട് ചെന്ന് പുണർന്നതും അവന്റെ ശരീരത്തിലേക്ക് പൂർണ്ണമായി അമർന്നു നിൽക്കുന്നതും കിച്ചു അസ്വസ്ഥതയോടെ നോക്കി. ശരീരം മുറിവ് പറ്റി രക്തം പുറത്തേക്ക് വരുമ്പോഴും ആ തളർച്ചയിൽ സുരഭി കണ്ണുകൾ ഉയർത്തി പകയോടെ ജ്വാലയെ നോക്കി. സുരഭി തൂണിൽ പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അരുന്ധതി കരഞ്ഞുകൊണ്ട് വന്നവളെ എഴുന്നേൽപ്പിച്ചു. അഗ്നിയുടെ നോട്ടം അങ്ങോട്ട് പോയി. സുരഭി വീങ്ങിയ കണ്ണുകൾ വേദനയോടെ പിളർത്തി ജ്വാലയെ നോക്കി. ഇവളെനിക്കിഷ്ടല്ല. സുരഭി ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു. ജ്വാല അഗ്നിയിൽ നിന്നും അകന്നു നിന്ന് സുരഭിയെ നോക്കി. അവളുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞിരുന്നു. എന്തിനാ എന്നോട് ദേഷ്യം ചേച്ചി? ജ്വാല തേങ്ങി. നീ ഒറ്റൊരുത്തി കാരണം എനിക്ക് അഗ്നിയെ നഷ്ടപ്പെട്ടെ. ഞാൻ അഗ്നിയേട്ടനെ സ്നേഹിക്കുന്നു. എനിക്ക് വേണം. അവളൊരു ഭ്രാന്തിയെപ്പോലെ പുലമ്പിക്കൊണ്ട് നിലത്തേക്ക് ഊർന്നു വീണു. സുരഭിക്ക് അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ തോന്നി. അഗ്നി! അവള് വിളിച്ചു. അഗ്നിയും ജ്വാലയും അവളെ ഞെട്ടലോടെ നോക്കി. ജ്വാലയുടെ കണ്ണുകളിൽ പകപ്പ്. അടുത്ത നിമിഷം ജ്വാല അഗ്നിയെ കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. എന്റേതാണ് എന്ന പോലെ. അഗ്നിയുടെ ചുണ്ടുകൾ വിടർന്നു പോയി. കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു മുറുക്കി. എന്റെ അല്ലേ? അവൾ പതിയെ പുലമ്പി. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. അഗ്നിയുടെ ചുണ്ടിന്റെ തണുപ്പ് ചെവിയിൽ തട്ടുന്നത് ജ്വാല അറിഞ്ഞു. പറ, എന്റെ അല്ലേ? അവൾ വീണ്ടും ചോദിച്ചു. അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്റെ കുഞ്ഞന്റെ മാത്ര, നിന്റെ മാത്രം. അവൻ ആർദ്രമായി അവളുടെ ചെവിയിൽ പറഞ്ഞു. ജ്വാലയുടെ കൈകൾ അവന്റെ പുറത്തു മുറുകി. അവളുടെ ചുണ്ടുകൾ അവന്റെ നെഞ്ചിലമർന്നു. അഗ്നി വിറച്ചുപോയി. അപ്പോഴും അവരെ രണ്ടുപേരെയും ഒരു പ്രാന്തിയെപ്പോലെ നോക്കുകയായിരുന്നു സുരഭി. ശരീരം തളരുന്നു. അവളുടെ കണ്ണുകൾ മേൽപോട്ട് ഉയർന്നുപോയി. അപ്പോഴും അവൾ കണ്ടു പരസ്പരം പുണർന്നു നിൽക്കുന്ന അഗ്നിയും ജ്വാലയും. അയ്യോ മോളെ!
സുരഭിയുടെ കണ്ണുകൾ മേൽപോട്ട് മറിയുന്നത് കണ്ട് അരുന്ധതി കരഞ്ഞു വിളിച്ച് അവളുടെ അടുത്തേക്കിരുന്നു. അപ്പോഴേക്കും അംബിക അകത്തുപോയി വെള്ളമെടുത്ത് വന്ന് അത് അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു. തളർന്ന കണ്ണുകൾ വലിച്ചു തുറക്കാൻ പാടുപെടുകയാണ് സുരഭി. അരുന്ധതിയുടെ ശബ്ദം കേട്ട് ജ്വാല അഗ്നിയിൽ നിന്നും പിടഞ്ഞു മാറി. അഗ്നിയും അപ്പോഴാണ് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. അവൻ ചുണ്ടുകൊട്ടി അവിടെ തന്നെ നിന്നു. പക്ഷെ ജ്വാല പേടിയോടെയാണ് അങ്ങോട്ട് നോക്കുന്നത്. നമുക്ക് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാ ചേട്ടാ, അരുന്ധതി കരഞ്ഞുകൊണ്ട് രാജനോട് പറഞ്ഞു. അയാൾ ശരിയെന്ന പോലെ തലകുലുക്കി സുരഭിയെ എടുക്കാനായി ആഞ്ഞു. ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുപോകുന്നില്ല അവളെ. അഗ്നിയുടെ ശബ്ദം പെട്ടെന്ന് അവിടെ ഉയർന്നു. എല്ലാവരും പേടിയോടെ അവനെ തിരിഞ്ഞു നോക്കി. അഗ്നി. ജ്വാല വന്ന് അവന്റെ കയ്യിൽ പേടിയോടെ പിടിച്ചു. അവനൊന്ന് നിശ്വസിച്ചു. എങ്ങോട്ടും കൊണ്ടുപോണ്ട, എനിക്ക് വയ്യ ഇതിന്റെ പുറകെ തൂങ്ങാൻ. ഇവൾക്കുള്ള ഡോക്ടർ ഇങ്ങോട്ട് വരും, അകത്തു കൊണ്ടുപോയി കിടത്ത്. അഗ്നി രാജനെ കേശവനെ നോക്കി കടുപ്പിച്ചു പറഞ്ഞു. അവനെ ധിക്കരിക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് തന്നെ രാജനും കേശവനും കൂടി അവളെ എടുക്കാനായി തുനിഞ്ഞു. നിക്ക്, ഒരു മിനിറ്റ്, അഗ്നി രണ്ടുപേരോടായിട്ട് പറഞ്ഞു. ഇരുവരും അവനെ സംശയത്തോടെ നോക്കി. അഗ്നി സുരഭിക്ക് അടുത്തേക്ക് നടന്നു. ജ്വാല അവന്റെ കയ്യിൽ നിന്നും പിടിവിടാതെ അവനൊപ്പം തന്നെ നടന്നു. അവന്റെ വരവ് കണ്ടതും അരുന്ധതിയുടെ കയ്യിൽ കിടക്കുകയായിരുന്ന സുരഭി പേടിയോടെ അവനെ നോക്കി. അഗ്നി അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. സുരഭി അവനെ തളർച്ചയോടെ ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് നോക്കി. നീ എന്താ നേരത്തെ പറഞ്ഞ്? ജ്വാല കാരണ നിനക്കെന്നെ നഷ്ടപ്പെട്ടേന്നോ? അതെങ്ങനെയാണാവോ? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു. പതിയെ വാ തുറക്കാൻ ശ്രമിച്ചെങ്കിലും മുഖം ആകെ നീറിപ്പുകയുന്നു. എങ്കിലും പറയാതെ വയ്യ. ഞാനാ നിങ്ങൾ ആദ്യം കണ്ടേ, അപ്പോഴേ ഇഷ്ടമായതാ എനിക്ക്. അവൾ തളർന്ന സ്വരത്തിലെങ്കിലും വാശിയോടെ പറഞ്ഞു. അഗ്നി അവളെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് ജ്വാലയെ തിരിഞ്ഞു നോക്കി. ജ്വാല അവൻ ഇനിയും സുരഭിയെ തല്ലിയാലോ എന്ന് ഭയന്ന് അവന്റെ കൈ പിടിച്ച് വെച്ചിരിക്കുകയാണ്. അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഒന്നങ്ങോട്ട് നീങ്ങി നിന്നേ കുഞ്ഞാ, എനിക്ക് ഇവളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. ഒന്നും ചെയ്യല്ല അഗ്നി. അവൾ കണ്ണു നിറച്ചുകൊണ്ട് അഗ്നിയോട് പറഞ്ഞു. ഇല്ലടാ, ഇനി അഗ്നി ഒന്നും ഇവളെ ചെയ്യില്ല. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്താ ഇവള് ചത്തുപോവും. പൊന്നു, ജ്വാല ഒന്ന് അങ്ങോട്ട് വിളിച്ചേ. അഗ്നി ജ്വാലയോട് പറഞ്ഞുകൊണ്ട് പൊന്നൂനെ നോക്കി. അവൾ തലയാട്ടി. ജ്വാല വാ, അഗ്നിയേട്ട സംസാരിക്കട്ടെ. അഗ്നി. ജ്വാല ദയനീയമായി വീണ്ടും അവനെ വിളിച്ചു. ചെല്ല്, പറഞ്ഞില്ലേ ഞാൻ, ഇനി ഇവളെ ഞാൻ ഒന്നും ചെയ്യില്ല. അവൻ ഉറപ്പോടെ അവളോട് പറഞ്ഞു. ജ്വാല മൂളിക്കൊണ്ട് പൊന്നൂനടുത്തായി പോയി നിന്നു. അപ്പോഴും കണ്ണുകൾ അവനിൽ തന്നെയാണ്. അഗ്നി സുരഭിയെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ പക്ഷേ ഭയമാണ്. അവൻ അവളുടെ മുഖത്തിന് നേരെ മുഖം താഴ്ത്തി. അവൾ അവനെ വിറയലോടെ നോക്കി. നീ എന്താ പറഞ്ഞ്? നീ ആദ്യം എന്നെ കണ്ടതെന്നോ? അവിടെ നിനക്ക് തെറ്റി സുരഭി, അവൻ പറഞ്ഞു. അവൻ പറഞ്ഞത് മനസ്സിലാവാതെ സുരഭിയും അരുന്ധതിയും അവരുടെ പുറകിൽ തിണ്ണയിലായി ഇരിക്കുന്ന കിച്ചു അവനെ സംശയത്തോടെ നോക്കി. നീയല്ല എന്നെ ആദ്യമായിട്ട് കണ്ടത് സുരഭി, അതെന്റെ ജ്വാലയാ, അതും ഞാൻ ഇവിടേക്ക് വരും മുന്നേ, അവൻ പതിയെ പറഞ്ഞു. അവളുടെ തളർന്ന കണ്ണുകളിലെ ഞെട്ടൽ അഗ്നി വ്യക്തമായി കണ്ടു. അവനൊന്ന് പുഞ്ചിരിച്ചു. ഇപ്പോഴിങ്ങനെ ഞെട്ടല്ലേ, ബാക്കി കൂടി കേക്ക്, അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി. ജ്വാല എന്നെ കാണുന്നതിന് മുന്നേന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. അന്ന് ഈ അഗ്നിയുടെ ഹൃദയം കൊണ്ട് പോയവളാവള്. അവളെ സ്വന്താക്കാനാ അഗ്നി കണ്ട കളി മൊത്തം കളിച്ചത്. എൻ്റെ പ്രണയ അവള്. പിന്നെ എങ്ങനെ സുരഭി അവള് കാരണം നിനക്ക് എന്നെ നഷ്ടപ്പെടുന്നേ? ഞാൻ തേടി വന്നത് തന്നെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. കിച്ചു സുരഭിയും അരുന്ധതി അവനെ ഞെട്ടലോടെ നോക്കി. കിച്ചുവിന് തൻ്റെ ദേഹം തളരുന്നത് പോലെ തോന്നി. പ്രണയോ? അഗ്നിയുടെ പ്രണയായിരുന്നു ജ്വാലാന്നോ? അപ്പോ എല്ലാം അവൻ്റെ പ്ലാനായിരുന്നു, അതല്ലേ അവൻ പറഞ്ഞേ? കിച്ചുവിൻ്റെ മുഖം അടി കിട്ടിയതുപോലെ ചുവന്നുപോയി. ദേഷ്യം, അവളെ നഷ്ടപ്പെടുത്തിയതിൽ സങ്കടം, എല്ലാത്തിലുപരി അഗ്നിയുടെ പ്രണയം അത് ജ്വാലയാണെന്ന തിരിച്ചറിവ്. കിച്ചു തകർന്നുപോയി. അവൻ്റെ കണ്ണുകൾ ജ്വാലയിലേക്ക് നീണ്ടു. ഇവിടെ സംസാരിക്കുന്നതൊന്നും കേൾക്കാത്തതുകൊണ്ട് സൂക്ഷിച്ചു നോക്കുകയാണ് അവൾ. കിച്ചുവിന് സങ്കടം തോന്നി. നഷ്ടപ്പെടുത്തരുതായിരുന്നു അവളെ, കൊടുക്കരുതായിരുന്നു ഇവന്. അമർഷം അത് പല്ലുകൾക്കിടയിൽ അടക്കി നിർത്തി കിച്ചു. അവൻ വീണ്ടും അഗ്നിയെ നോക്കി. സുരഭി കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ പകച്ചിരിക്കുകയാണ്. അഗ്നി അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. അഗ്നി ഭൂമിയിൽ ജനിച്ചത് തന്നെ ജ്വാലയ്ക്ക് മാത്രം സ്വന്താവാൻ വേണ്ടിയ സുരഭി. അവളിൽ മാത്ര എൻ്റെ പൂർണ്ണത. അവൾക്ക് എന്നെ പൂർണ്ണനാക്കാൻ കഴിയൂ. അവളുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് മുഖമുയർത്തിയതും സുരഭിയുടെ കണ്ണുകൾ അവൻ്റെ തുറന്നു കിടക്കുന്ന ബട്ടണിനിടയിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് പോയി. അവൻ്റെ നെഞ്ചിലായി പതിഞ്ഞു കിടക്കുന്ന പച്ചകുത്തിയ പേര് അവളൊരു മിന്നായം പോലെ കണ്ടു. ജ്വാല. അവളുടെ ചുണ്ടുകൾ ഇടർച്ചയോടെ മൊഴിഞ്ഞു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. അവളുടെ നോട്ടം കണ്ട് ദേഷ്യത്തോടെ അഗ്നി ഷർട്ട് നേരെയിട്ടു. ഇനി അവളെ ദ്രോഹിക്കാനാ നിന്റെ പ്ലാനെങ്കിൽ തെക്കേത്തോടി കുഴിവെട്ടി മൂടും നിന്നെ ഞാൻ, ഓർത്തു വെച്ചോ. അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി അവൾക്കരികിൽ നിന്നും എഴുന്നേറ്റ് നിന്നു.
സുരഭിയുടെ കണ്ണുകളിൽ അവനോട് നിറഞ്ഞ പ്രണയം പകയിലേക്ക് വഴിമാറാൻ പോന്ന കാര്യങ്ങളായിരുന്നു അഗ്നി ഇപ്പോൾ പറഞ്ഞത്. ജ്വാല, അവൾ അഗ്നി സ്നേഹിക്കുന്നുവെന്നോ? ജീവിപ്പിക്കില്ല ഞാൻ. എനിക്ക് കിട്ടിയില്ലെങ്കിലും അവൾക്ക് കിട്ടാൻ അനുവദിക്കില്ല ഞാൻ. കൊല്ലും. അവൾ മനസ്സിൽ പകയോടെ പുലമ്പി. കുഞ്ഞാ വാ. അഗ്നി ജ്വാലയെ വിളിച്ചു. അവൾ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്നു. അകത്തേക്ക് എടുത്ത് കിടത്തിവളെ. ഇനി ഇവളെ ഞാൻ തല്ലിയന്റെ പേരിൽ വല്ല കേസിന് പോകുന്നുണ്ടെങ്കിൽ അതെന്നോട് മുൻകൂട്ടി പറയണം കേട്ടോ. അഗ്നി പരിഹാസ ചിരിയോടെ പറഞ്ഞു. എന്നെ എന്നെ തല്ലിയനുള്ളതിന് നിനക്ക് നിനക്ക് ഞാൻ തന്നെ തരും, വേറെ ആരും വേണ്ട. സുരഭി ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു. ആഹാ, നീയോ? അത് കൊള്ളാലോ. അല്ലെങ്കിലും അങ്ങനെ വിളിച്ചാ മതി നീ എന്നെ. നിന്റെ അഗ്നിയേട്ടാന്ന് വിളി കേൾക്കുന്ന തന്നെ എനിക്ക് വെറുപ്പാ. നിന്നെ കണ്ട അന്ന് തൊട്ടേ മനസ്സിലാക്കിയതാണടി നിനക്ക് എന്നോട് തോന്നുന്ന ഫീലിങ്സ് ഞാൻ. പിന്നെയും അത് കണ്ടില്ലാന്ന് നടിച്ചതാ. പക്ഷെ ഇപ്പൊ പറയാ, നിന്റെ കേട് തീർക്കാൻ വേറെ വല്ലവന്മാരെയും കിട്ടും. അഗ്നി ഇനി മേലാൽ അങ്ങനെ നോക്കിയാ. അവൾക്ക് നേരെ വിരൽ ചൂണ്ടി താക്കീതോടെ പറഞ്ഞുകൊണ്ട് ജ്വാലയുടെ കൈ പിടിച്ചവൻ അകത്തേക്ക് നടക്കാനൊരുങ്ങി. പെട്ടെന്ന് അവനൊന്ന് നിന്നു. കണ്ണുകൾ കിച്ചുവിലേക്ക് നീണ്ടു. കിച്ചു അവനെ പേടിയോടെ നോക്കി. ഇറങ്ങാനായില്ലേ? ഇനി ഞാൻ പുറത്തേക്ക് വരുമ്പോ നിന്നെ ഇവിടെ കാണരുത്. താക്കീതോടെ അവനോട് പറഞ്ഞുകൊണ്ട് അഗ്നി ജ്വാലയും കൂട്ടി അകത്തേക്ക് പോയി. പൊന്നു പൊട്ടിവന്ന ചിരിയൊതുക്കി പുറത്തേക്ക് നോക്കി നിന്നു. കിച്ചു ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. തുടരും.